ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ഞാനാണ് അത് ചെയ്തത്, അവളാണ് ഇത് ചെയ്തത്, അവനാണ് എന്നെ വിളിച്ചത്, അവരാണ് കൊണ്ടുപോയത്, നാളെ അവരാണ് നിന്നെ കൊണ്ടുപോവുക. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഫ്യൂച്ചറിലായാലും പാസ്റ്റിലായാലും പ്രസന്റിലായാലും ഒക്കെ നമ്മൾ ഒരാളെ പരാമർശിച്ചിട്ട് നമ്മൾ പറയാറുണ്ടല്ലേ, അവനാണ് ചെയ്തത്, അവളാണ് ചെയ്തത്. ഇങ്ങനെയുള്ള സംസാരത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ നമുക്കറിയാം, ഞാനാണ്, അവളാണ്, അവനാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈസ്, ആറ്, ആമ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഒരു വാക്കും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഏതാണ്? സിമ്പിൾ ആണ്, നമ്മൾ എപ്പോഴും മലയാളത്തിൽ സംസാരിക്കാറുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അല്ലെ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാട്ടോ. അതോടൊപ്പം നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സംസാരങ്ങളും ട്രൈ ചെയ്യാം. ഓക്കെ, സെന്റൻസിലേക്ക് കടക്കാം. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ഞാനാണ് ആ ഫോൺ അവിടെ വെച്ചത്, ഞാനാണ് ആ ഫോൺ അവിടെ വെച്ചത് എന്ന് പറയാറുണ്ടല്ലോ. ഈ ഞാനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്താ പറയാ, ഐ ആം എന്നാണ്. അതോടൊപ്പം നമ്മൾ ചേർക്കേണ്ടതാണ് ദ വൺ ഹൂ. ആ ആളെ ഒന്ന് റിലേറ്റ് ആക്കി പറയാം. ദ വൺ ഹൂ എന്നുള്ളത്, ഐ ആം ദ വൺ ഹൂ പുട്ട് ദ ഫോൺ ദർ. ഐ ആം ദ വൺ ഹൂ പുട്ട് ദ ഫോൺ ദർ. ഞാനാണ് ആ ഫോൺ അവിടെ വെച്ചത്. അവനാണ് നിന്നെ ചോദിച്ചതെന്ന് പറയാറുണ്ടല്ലേ. മലയാളത്തിൽ നമ്മളിതൊക്കെ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. അവനാണ് നിന്നെ ചോദിച്ചത്. ഇവിടെ പറയുന്നത് അവനാണെന്നാണ്. അപ്പോൾ ഹി ഈസ് എന്നാണല്ലോ. ഹി ഈസ് ദ വൺ ഹൂ. അതിനുശേഷം നമ്മുടെ വെർബ് ഹി ഈസ് ദ വൺ ഹൂ ആസ്ക്ഡ് അബൌട്ട് യു. അവനാണ് നിന്നെ ചോദിച്ചത്, അവനാണ് നിന്നെ കുറിച്ച് ചോദിച്ചത്, അല്ലെങ്കിൽ അവനാണ് നിന്നെ ചോദിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഈസ് ദ വൺ ഹൂ ആസ്ക്ഡ് അബൌട്ട് യു. ഓക്കെ, എനിക്കാണ് ഇന്ന് ഇന്റർവ്യൂ ഉള്ളത്, എനിക്കാണ് ഇന്ന് മീറ്റിംഗ് ഉള്ളത്, എനിക്കാണ് ഇന്ന് ക്ലാസ് ഉള്ളത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എനിക്കാണ് ഇന്ന് ഇന്റർവ്യൂ ഉള്ളത്. ഐ ആം ദ വൺ ഹൂ ഹാസ് ആൻ ഇന്റർവ്യൂ ടുഡേ. എനിക്കാണ് ഇന്ന് ഇന്റർവ്യൂ ഉള്ളത്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ മറ്റൊരാളോട് പറയണം അവിടെയാണ് ബാത്റൂം ഉള്ളത്, അവിടെയാണ് ബാത്റൂം ഉള്ളത്. ഇത് ഒരു വ്യക്തിയെ കുറിച്ചിട്ടല്ല പറയുന്നത്. എന്താ പറയുന്നത്? ഒരു വസ്തുവിനെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അല്ലെ. അവിടെയാണ് ബാത്റൂം ഉള്ളത്, അവിടെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വേർ എന്നാണ്. ദാറ്റ്സ് വേർ ദ ബാത്റൂം ഈസ്. ദാറ്റ്സ് വേർ ദ ബാത്റൂം ഈസ്. അവരാണ് നമ്മളെ കൊണ്ടുപോയത്. ഇവിടെ നോക്കൂ, അവരാണ് നമ്മളെ കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണല്ലോ. സോ ഇവിടെ ദേ ആർ ദ വൺസ് എന്ന് പറയണം. അതായത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ദേ ആർ ദ വൺസ് ഹൂ കൊണ്ടുപോവുക, ടുക്ക് അല്ലെ, ടുക്കസ്. അപ്പം ദേ ആർ ദ വൺസ് ഹൂ ടുക്കസ്. അവരാണ് നമ്മളെ കൊണ്ടുപോയത്. എങ്ങനെയാണ് നിങ്ങൾ വന്നത്? എങ്ങനെയാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഹൗ ഡിഡ് യു കം? ഹൗ ഡിഡ് യു കം? എങ്ങനെയാണ് നിങ്ങൾ വന്നത്? നമ്മളിപ്പോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കാണ്. അപ്പൊ ഒരുപാട് ആളുകൾ കഴിഞ്ഞ് ഇനി നമ്മളാണ്. നമ്മൾ പറയാറുണ്ട് നമ്മളാണ് ഇനി ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് പറയാറുണ്ടല്ലോ. നമ്മളാണ് ഇനി ഡോക്ടറെ കാണിക്കേണ്ടത്. വി ആർ ദ വൺസ് അല്ലെ. നമ്മൾ എന്ന് പറയുമ്പോൾ പ്ലൂരൽ ആണ്. വി ആർ ദ വൺസ് ഹൂ. വി ആർ ദ വൺസ് ഹൂ need to see the doctor now. Now എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം we are നമ്മളാണ്. the ones who അവിടെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നുമില്ല. ഒരാള് അല്ലെങ്കിൽ ആളുകൾ എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. we are the ones who need to see the doctor now. നമ്മളാണ് ഇനി ഡോക്ടറെ കാണാനുള്ളത് അല്ലെങ്കിൽ കാണിക്കാനുള്ളത്. അവർക്കാണ് കാശ് കൊടുക്കേണ്ടത്, അവർക്കാണ് കാശ് കൊടുക്കേണ്ടത്. ദേ ആർ ദ വൺസ് വി. ഇവിടെ ആരെന്ന് നമ്മൾ പറയുന്നത്, അതായത് ദേ ആർ ദ വൺസ് വി അല്ലെ, പ്ലൂറലാണ്. വൺസ് വി നീഡ് ടു പേ. ദേ ആർ ദ വൺസ് വി നീഡ് ടു പേ. അവർക്കാണ് നമ്മൾ കാശ് കൊടുക്കേണ്ടത്. അവളാണ് വീട് വൃത്തിയാക്കിയത്, അവളാണ് വീട് വൃത്തിയാക്കിയത്. സിമ്പിൾ ആയിട്ട് പറയാം, ഷീ ഈസ് ദ വൺ ഹൂ. ഷീ ഈസ് ദ വൺ ഹൂ ക്ലീൻ ദ ഹൗസ്. ഇനി ആ ബസ് സ്റ്റോപ്പിലാണ് ദിവസവും ഞാൻ നിന്നെ കാത്തു നിൽക്കാറ്. ആ ബസ് സ്റ്റോപ്പിലാണ് ദിവസവും ഞാൻ നിന്നെ കാത്തു നിൽക്കാറ്. എങ്ങനെ പറയാം? അപ്പൊ ആ ബസ് സ്റ്റോപ്പിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വ്യക്തി അല്ലല്ലോ, ഒരു സ്ഥലമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് ദ ബസ് സ്റ്റോപ്പ് വേർ ഐ വെയിറ്റ് ഫോർ യു എവറി ഡേ. ദാറ്റ്സ് ദ ബസ് സ്റ്റോപ്പ് വേർ ഐ വെയിറ്റ് ഫോർ യു എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ നിന്നെ ആ ബസ് സ്റ്റോപ്പിലാണ് കാത്തു നിൽക്കാറ്. ഓക്കെ, എനിക്കാണ് ടിക്കറ്റ് കിട്ടാത്തത്.
എനിക്കാണ് ടിക്കറ്റ് കിട്ടാത്തത്. എങ്ങനെ പറയാ? ഐ എം ദ വൺ ഹു ഡിഡിന്റ് ഗെറ്റ് എ ടിക്കറ്റ്. ഐ എം ദ വൺ ഹു ഡിഡിന്റ് ഗെറ്റ് എ ടിക്കറ്റ്. അവനാണ് സീറ്റ് കിട്ടാത്തത് എന്ന് പറയുകയാണെങ്കിൽ he is the one who didn't get a seat. ഇവരാണ് അഡ്മിഷൻ എടുക്കാത്തത്, അല്ലെങ്കിൽ ഇവരാണ് അഡ്മിഷൻ എടുക്കാത്തത് എന്നൊക്കെ പറയാറ്. അപ്പൊ ഇവരാണെന്ന് പറയുമ്പോൾ ഇതൊരു പ്ലൂറൽ ആണ്. ഇവരാണ് അഡ്മിഷൻ എടുക്കാത്തത്. They are the ones who. അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, പ്ലൂറൽ ആകുമ്പോൾ വൺസ് വരും, സിംഗുലർ ആകുമ്പോൾ വണ്ണ് വരും. അപ്പം they are ones who didn't take admission. They are ones who didn't take admission. ഈ കുട്ടിയാണ് യൂണിഫോം ധരിക്കാത്തത്. ഈ കുട്ടിയാണ് യൂണിഫോം ധരിക്കാത്തത്. ഇവിടെ ഈ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ദ ചൈൽഡ് ഹു. ഇവിടെ വൺ വേണ്ട. ദിസ് ഇസ് ദ ചൈൽഡ് ഹു isn't wearing uniform. ദിസ് ഇസ് ദ ചൈൽഡ് ഹു isn't wearing a uniform. ഈ കുട്ടിയാണ് യൂണിഫോം ധരിക്കാത്തത്. എന്റെ കുടയാണ് അവൻ എടുത്തത് എന്നിങ്ങനെ പറയാം. എന്റെ കുടയാണ് അവൻ എടുത്തത്. ഇവിടെ കുടയാണ് പരാമർശിക്കുന്നത്. ഇറ്റ് വാസ് മൈ അംബ്രല്ല ദാറ്റ് ഹി ടുക്ക്. ഇറ്റ് വാസ് മൈ അംബ്രല്ല ദാറ്റ് ഹി ടുക്ക്. എന്റെ കുടയാണ് അവൻ എടുത്തത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പാസ്റ്റിൽ പറഞ്ഞു, അതുപോലെ പ്രസന്റിൽ പറഞ്ഞു, ഒക്കെ പറഞ്ഞു അല്ലെ. നമ്മൾ ഫ്യൂച്ചറിൽ എങ്ങനെ പറയാത്? നാളെ നിന്നെ വിളിക്കുന്നത് ഞാനായിരിക്കും അല്ലെ. നാളെ നിന്നെ വിളിക്കുന്നത് ഞാനായിരിക്കും. എങ്ങനെ പറയാ? ഇവിടെ നമ്മൾ സെയിം സെന്റൻസ് ആണ് പറയുന്നത്. അതായത് പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഏത് തന്നെ ആയാലും നാളെ നിന്നെ വിളിക്കുന്നത് ഞാനായിരിക്കും അല്ലെ. ഞാനാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ എങ്ങനെ പറയാം? നാളത്തെ കാര്യമായത് കൊണ്ട് ഇപ്പൊ നാളെ നിന്നെ വിളിക്കുന്നത് ഞാനാണെന്ന് പറയുമ്പോൾ അവിടെയും ഞാനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഐ ആം ദ വൺ ഹു. ഐ ആം ദ വൺ ഹു. എന്നിട്ട് നമ്മൾ എന്താണോ പറയുന്നത്, ഫ്യൂച്ചർ ആണല്ലോ, അപ്പം അവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫില്ല് യൂസ് ചെയ്യുക. പാസ്റ്റിലാണെങ്കിൽ ഡിഡിൻ വേണമെങ്കിൽ ഡിഡിൻ യൂസ് ചെയ്തു, അല്ലെങ്കിൽ പാസ്റ്റ് വെർബ് യൂസ് ചെയ്തു അല്ലെ. അപ്പൊ അതുപോലെ ഐ ആം ദ വൺ ഹു വിൽ കോൾ യു ടുമോറോ. സിമ്പിൾ ആണ് അല്ലെ. ഐ ആം ദ വൺ ഹു വിൽ യു കോൾ ടുമോറോ. നിന്നെ അവിടെ കൊണ്ടുപോകുന്നത് അവരായിരിക്കും. എങ്ങനെ പറയാ? നിന്നെ അവിടെ കൊണ്ടുപോകുന്നത് അവരായിരിക്കും. അപ്പൊ അവരായിരിക്കും എന്നുള്ളതാണല്ലോ. അപ്പൊ ദേ ആർ ദ വൺസ് ഹു, പിന്നെ വിൽ അല്ലെ, വിൽ ടേക്ക് യു ദർ. വിൽ ടേക്ക് യു ദർ. അപ്പം ദേ ആർ ദ വൺസ് ഹു വിൽ ടേക്ക് യു ദർ. നാളെ നിന്നെ കൊണ്ടുപോകുന്നത് അവരായിരിക്കും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ. ദിവസവും പാചകം ചെയ്യുന്നത് ഞാനാണ് എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ ഡെയിലി ലൈഫില്. ഐ എം ദ വൺ ഹു കുക്സ് എവറിഡേ. ഐ എം ദ വൺ ഹു കുക്സ് എവറിഡേ. ദിവസവും പാചകം ചെയ്യുന്നത് ഞാനാണ്. ഇത് പ്രസന്റിലാണ്, സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത്. ഇനി കാർ ഓടിക്കുന്നത് അവനാണ് എന്ന് പറയാറുണ്ടല്ലോ. കാർ ഓടിക്കുന്നത് അവനാണ്. ഹി ഈസ് ദ വൺ ഹു ഡ്രൈവ്സ് ദ കാർ. ഹി ഈസ് ദ വൺ ഹു ഡ്രൈവ്സ് ദ കാർ. ഓക്കെ, നമ്മളെ സഹായിക്കുന്നത് അവരാണ് എന്ന് പറയാറുണ്ടല്ലോ. നമ്മളെ സഹായിക്കുന്നത് അവരാണ്. ദേ ആർ ദ വൺസ് ഹു ഹെൽപ്പ് us. നമ്മളെ സഹായിക്കുന്നത് അവരാണ്. അപ്പൊ ഇതുപോലെ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള സെന്റൻസ് പറയാട്ടോ. ഇനി നമുക്ക് ഈ മൂന്നിലും ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് പ്രസന്റിൽ തരാം. എന്നെ എപ്പോഴും ചിരിപ്പിക്കുന്നത് നിങ്ങളാണ്. എങ്ങനെ പറയാ? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നെക്സ്റ്റ് പാസ്റ്റില് വാതിൽ തുറന്നത് ഞാനാണ്. വാതിൽ തുറന്നത് ഞാനാണ്. ബില്ലടയ്ക്കുന്നത് അവനായിരിക്കും. ബില്ലടയ്ക്കുന്നത് അവനായിരിക്കും. അപ്പൊ 3 സെന്റൻസ് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചറിൽ ഈ ഒരു രീതി യൂസ് ചെയ്തിട്ട് എങ്ങനെ പറയും? ഈ 3 സെന്റൻസുകളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്. ഏത് ടെൻസ് ആണെന്ന് നോക്കുക, അതിനനുസരിച്ചുള്ള ഓക്സിലറിയും വെർബുകളുടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.